ഹായ് ഫ്രണ്ട്സ്, എക്സ്ട്രീം വേവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വൈറ്റ് ബോർഡ് അനിമേഷൻ ഫ്രീ ആയി ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന benime എന്ന ആപ്ലിക്കേഷനാണ് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത്. പ്ലേ സ്റ്റോറിൽ പോയി benime എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. benime ആപ്പ് ഓപ്പൺ ആക്കി ഇതുപോലൊരു സ്ക്രീനായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു പുതിയ വൈറ്റ് ബോർഡ് അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാനായി പ്ലസ് സിമ്പിൾ സെലക്ട് ചെയ്തു. ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അനിമേഷന് ഒരു പേര് കൊടുക്കണം. ഞാൻ അനിമേഷൻ എന്നൊരു പേര് കൊടുത്തു. നമുക്കൊരു ക്യാൻവാസ് സൈസ് സെലക്ട് ചെയ്യണം. ഞാൻ യൂട്യൂബ് 1080p സെലക്ട് ചെയ്തു. ക്രിയേറ്റ് മൂവി സെലക്ട് ചെയ്തു. ഇങ്ങനെ ഒരു സ്ക്രീൻ നമുക്ക് കിട്ടും. ഇവിടെ നിന്നും സ്റ്റിക്കർ, ടെക്സ്റ്റ്, ബാക്ക്ഗ്രൗണ്ട്, ഹാൻഡ്, മ്യൂസിക് ഇതെല്ലാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഞാൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ഹായ് ഫ്രണ്ട്സ് എന്ന് ടൈപ്പ് ചെയ്തു. ഇൻസർട്ട് കൊടുത്തു. ടെക്സ്റ്റ് വൈറ്റ് ബോർഡിൽ വന്നിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കുറച്ച് മുകളിലേക്ക് നീക്കി വെച്ചു. ടെക്സ്റ്റ് ഫീൽഡിൻ്റെ സൈസ്, ഫോണ്ട്, അലൈൻമെൻറ്റ്, ഡ്യൂറേഷൻ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് താഴെ വന്നിട്ടുണ്ട്. എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷനും ഉണ്ട്. ഡ്യൂറേഷൻ ഒരു 5 സെക്കൻഡ് ആക്കി ഓക്കെ കൊടുത്തു. ഇനി വീണ്ടും ഒരു ടെക്സ്റ്റ് ഫീൽഡ് കൂടെ ആഡ് ചെയ്യാനായി ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. അതിൽ ഞാൻ വെൽക്കം ടു എക്സ്ട്രീം വേവ് എന്ന് ടൈപ്പ് ചെയ്തു. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് മാത്രമല്ല വേറെ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ടെക്സ്റ്റ് ഫീൽഡിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇൻസർട്ട് കൊടുത്തു. ഡ്രാഗ് ചെയ്ത് പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഡ്യൂറേഷൻ ഒരു 4 സെക്കൻഡ് ആക്കി ഓക്കെ കൊടുത്തു. ഇനി ആനിമേഷൻ ചെക്ക് ചെയ്യാനായി ടോപ്പ് മെനുവിൽ നിന്നും പ്ലേ ഐക്കൺ സെലക്ട് ചെയ്തു. ഈ വൈറ്റ് ബോർഡ് അനിമേഷൻ ടോട്ടൽ 10 സെക്കൻഡ് ഡ്യൂറേഷനാണ് ഉള്ളത്. ഇനി ഹാൻഡ് മെനുവിൽ നിന്ന് നമുക്ക് ഹാൻഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ സെക്കൻഡാണ് സെലക്ട് ആയിരിക്കുന്നത്. അത് ചേഞ്ച് ചെയ്ത് വേറൊരു ഹാൻഡ് സെലക്ട് ചെയ്തു. ഇനി പ്ലേ ആക്കി നോക്കാം. ഹാൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളർ ചേഞ്ച് ചെയ്യാനായി BG എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഞാനൊരു സ്കൈ ബ്ലൂ സെലക്ട് ചെയ്തു. ഇവിടെ സ്ക്രോൾ ചെയ്താൽ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. വൈറ്റ് കളർ തന്നെ വീണ്ടും ആഡ് ചെയ്യാനായി BG ഓപ്ഷൻ എടുത്തു. സെൻറ്ററിലുള്ള വൈറ്റ് സെലക്ട് ചെയ്തു. സ്ക്രോൾ ചെയ്ത് കറക്റ്റായിട്ടുള്ള വൈറ്റ് കളറാക്കി ഓക്കെ കൊടുത്തു. ഇനി നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്യണം. അതിനായി സ്റ്റിക്കർ ഓപ്ഷൻ എടുത്തു. ആഡ് ഇമേജ് എടുത്തു. ഫോണിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ക്രോപ്പ് ചെയ്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ക്രോപ്പ് കൊടുത്തു. പിക്ചർ ആഡ് ആയിട്ടുണ്ട്. ഇവിടെ സ്ക്രോൾ ചെയ്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്തു. സൈസ് കുറച്ചും ചെറുതാക്കി ഡ്രാഗ് ചെയ്ത് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തു. ഡ്യൂറേഷൻ 5 സെക്കൻഡ് ആക്കി ഓക്കെ കൊടുത്തു. ഇനി പ്ലേ ആക്കി നോക്കാം. ടോട്ടൽ 15 സെക്കൻഡാണ് ക്ലിപ്പ് ലെങ്ത്. ഇനി ഇവിടെ താഴെ ക്ലിപ്പിലുള്ള 3 ഡോട്ട് സെലക്ട് ചെയ്താൽ ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് കിട്ടും. അതിൽ നിന്നും ഞാനൊരു അനിമേഷൻ സെറ്റ് ചെയ്യാനായി ആഡ് ഔട്ട് അനിമേഷൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഫെയ്ഡ് ഔട്ട് റൈറ്റ് എന്ന അനിമേഷനാണ് ഡീഫോൾട്ടായി സെലക്ട് ആയിരിക്കുന്നത്. ഞാൻ ഫെയ്ഡ് ഔട്ട് ഡൗൺ കൊടുത്തു. ഇനി പ്ലേ ആക്കി നോക്കാം. ലാസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് പോയിരുന്ന അനിമേഷൻ ഇപ്പോൾ താഴേക്കാണ് പോകുന്നത്. വീണ്ടും മെനുവിൽ നിന്നും ആഡ് ഔട്ട് അനിമേഷൻ എടുത്തു. ഫെയ്ഡ് ഔട്ട് റൈറ്റ് സെലക്ട് ചെയ്തു. പഴയതുപോലെ ആക്കി. ഇനി ഒരു ക്ലിപ്പ് ആർട്ട് ആഡ് ചെയ്യാം. സ്റ്റിക്കർ ഓപ്ഷൻ എടുത്തു. ഇവിടെ കുറേ കാറ്റഗറി ആയിട്ടാണ് ക്ലിപ്പ് ആർട്ട് ഉള്ളത്. ഇതിൽ പ്രോ എന്നുള്ളത് പെയ്ഡ് ആണ്.
ഞാൻ ഫ്രീ ആയിട്ടുള്ള ഒരു ക്ലിപ്പ് ആർട്ട് സെലക്ട് ചെയ്തു, ഡ്രാഗ് ചെയ്ത് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തു, സ്ക്രോൾ ചെയ്ത് സൈസ് കൂട്ടി, ഡ്യൂറേഷൻ 4 സെക്കൻഡ് ആക്കി, ഓക്കെ കൊടുത്തു. ഇനി ഒന്ന് പ്ലേ ആക്കി നോക്കാം. ടോട്ടൽ ക്ലിപ്പ് 19 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പുതിയ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ റൈറ്റ് ബോട്ടം സൈഡിൽ നിന്നും പ്ലസ് സിമ്പിൾ സെലക്ട് ചെയ്തു. ഇവിടെ 2 എന്ന പേരിൽ ഒരു ന്യൂ ഫ്രെയിം വന്നിട്ടുണ്ട്. ന്യൂ ഫ്രെയിം സെലക്ട് ചെയ്തു, ടെക്സ്റ്റ് എടുത്തു, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ എന്ന് ടൈപ്പ് ചെയ്തു, ഇൻസർട്ട് കൊടുത്തു. ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യാനായി കളർ ഐക്കൺ സെലക്ട് ചെയ്തു, ഒരു കളർ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ടെക്സ്റ്റ് ഡ്രാഗ് ചെയ്ത് പൊസിഷൻ ടോപ്പ് സൈഡിലേക്ക് ആക്കി, സ്റ്റിക്കർ മെനുവിൽ നിന്നും ക്ലിപ്പ് ആർട്ട് സെക്ഷനിൽ പോയി സോഷ്യൽ മീഡിയ കാറ്റഗറിയിൽ നിന്നും സബ്സ്ക്രൈബ് സെലക്ട് ചെയ്തു. സൈസ് സ്ക്രോൾ ചെയ്ത് കുറച്ച് കൂട്ടി, ഡ്രാഗ് ചെയ്ത് പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, ഡ്യൂറേഷൻ 4 സെക്കൻഡ് ആക്കി, ഓക്കെ കൊടുത്തു. ഇനി പ്ലേ ആക്കി നോക്കാം. ക്ലിപ്പ് 27 സെക്കൻഡ് ഉണ്ട്. ഞാൻ കുറച്ച് സ്ക്രോൾ ചെയ്തു. ഇതുപോലൊരു വൈറ്റ് ബോർഡ് അനിമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഒരു ഫ്രെയിം കൂടെ ആഡ് ചെയ്യാം. റൈറ്റ് ബോട്ടം സൈഡിൽ നിന്നും പ്ലസ് സിമ്പിൾ സെലക്ട് ചെയ്തു, 3rd ഫ്രെയിം ആഡ് ആയിട്ടുണ്ട്, അത് സെലക്ട് ചെയ്തു, ടെക്സ്റ്റ് ഓപ്ഷൻ എടുത്തു, താങ്ക്സ് ഫോർ വാച്ചിങ് എന്ന് ടൈപ്പ് ചെയ്തു, ഇൻസർട്ട് കൊടുത്തു. ഡ്രാഗ് ചെയ്ത് കുറച്ച് മുകളിലേക്കാക്കി, ഡ്യൂറേഷൻ 4 സെക്കൻഡ് ആക്കി, കളറിൽ പോയി ഗ്രീൻ കളർ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇനി സ്റ്റിക്കറിൽ പോയി ക്ലിപ്പ് ആർട്ടിൽ നിന്നും ക്യാരക്ടർ സെക്ഷനിൽ നിന്നും ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്തു, ഡ്രാഗ് ചെയ്ത് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തു, ഡ്യൂറേഷൻ 4 സെക്കൻഡ് ആക്കി, ഓക്കെ കൊടുത്തു. ഇനി പ്ലേ ആക്കി നോക്കാം. ടോട്ടൽ 36 സെക്കൻഡ് ഉണ്ട്. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാം. അതിനായി മ്യൂസിക് ഓപ്ഷൻ എടുത്തു. ഇവിടെ മ്യൂസിക് ട്രാക്ക്, വോയിസ് ഓവർ എന്ന 2 ഓപ്ഷൻ നമുക്ക് കിട്ടും. നമുക്ക് കണ്ടൻറ്റ് പറഞ്ഞ് ഓഡിയോ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ വോയിസ് ഓവർ സെലക്ട് ചെയ്യുക. ഞാൻ ഫോണിൽ നിന്നും ഒരു മ്യൂസിക്കാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മ്യൂസിക് ട്രാക്ക് സെലക്ട് ചെയ്തു, ഫോണിൽ നിന്നും ഒരു മ്യൂസിക് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇനി ഒന്ന് പ്ലേ ആക്കി നോക്കാം. നമ്മുടെ വൈറ്റ് ബോർഡ് അനിമേഷൻ റെഡി ആയിട്ടുണ്ട്. ടോപ്പ് മെനുവിൽ നിന്ന് സേവ് എടുത്തു, യെസ് കൊടുത്തു, പ്രൊജക്റ്റ് സേവ് ആക്കി. ഇനി വൈറ്റ് ബോർഡ് അനിമേഷൻ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനായി ഷെയർ എടുത്തു. ഇവിടെ ഒരു നെയിം കൊടുക്കണം. മേക്ക് മൂവി സെലക്ട് ചെയ്തു,
benime ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫ്രീ ആയി വൈറ്റ് ബോർഡ് അനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഈ ട്യൂട്ടോറിയൽ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഈ ചാനലിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. വൈറ്റ് ബോർഡ് അനിമേഷൻ റെഡി ആയിട്ടുണ്ട്. പ്ലേ മൂവി സെലക്ട് ചെയ്തു.